ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നാണ്. ദേശീയ വരുമാനം കണക്കാക്കൽ എന്നുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, in this unit we discuss about the basic concept of national income accounting and the methods used for accounting national income. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇതിനകത്തിൽ ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ബേസിക് കൺസെപ്റ്റും മെത്തേഡ്സും. നാഷണൽ ഇൻകത്തിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ, ബേസിക് കൺസെപ്റ്റ്സ്. ആൻഡ് രണ്ടാമത്തേന്ന് പറയുന്നത് എന്തുവാണ്? മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് പഠിക്കുന്നത് ബേസിക് കൺസെപ്റ്റാണ്. ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് ഇതിനകത്ത്. എന്തൊക്കെയാണ് ബേസിക് കൺസെപ്റ്റുകൾ? ഈ ബേസിക് കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ മെത്തേഡ്സ് സെറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാനോ കണക്കാക്കാൻ ഒക്കത്തുള്ളൂ. എന്തൊക്കെയാണ് ഈ ബേസിക് കൺസെപ്റ്റ്? അതിനു മുമ്പ് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം നാഷണൽ ഇൻകം എന്തുവാണ്. നാഷണൽ ഇൻകം നമ്മൾ ഈ നാഷണൽ ഇൻകത്തിനെ NI എന്നും ഡിനോട്ട് ചെയ്യും. NI. ഇനി നമ്മൾ ഇക്വേഷൻ ഒക്കെ വരുമ്പം ഈ NI എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം ഇസ് ദ മണി വാല്യൂ. ആ മണി വാല്യൂ എന്നുള്ളത് നമ്മൾ ഓർത്ത്, മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആൻ എക്കോണമി ഇൻ ആൻ ഇയർ. നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഇൻ എ ഇയർ. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്തുവാണ്? മണി വാല്യൂ ആണ്. എന്തോന്നിന്റെ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ്. നോക്കിക്കേ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകത്തിൻ്റെ മീനിങ് ആണിത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ദേശീയ വരുമാനം എങ്ങനെയാണ്, ഒരു ദേശത്തിൻ്റെ വരുമാനം എങ്ങനെയാണ് മണി ടേംസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ്ഡ് ഇൻ ആൻ എക്കോണമി ഇൻ ആൻ ഇയർ. ഒരു ഇയറിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഏത് ടേംസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മണി വാല്യൂലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യും. മണി വാല്യൂ, പണത്തിൻ്റെ മൂല്യത്തിലാണ് അതിനെ അളക്കുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വേർഡ് മീനിങ് അതാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇതിനകത്തിൽ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. നാഷണൽ ഇൻകത്തിൽ ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? അതിനു മുമ്പ് നമ്മൾ എക്കണോമിക് ഗുഡ് എന്തുവാണെന്ന് അറിയാം. ഗുഡ്സ് അഥവാ എക്കണോമിക് ഗുഡ് എന്തുവാണെന്ന് അറിയണം. എക്കണോമിക് ഗുഡ് എന്തുവാണെന്ന് അറിയണം. എക്കണോമിക് ഗുഡ്സ് are items that satisfy human wants and provide utility. Economic goods എന്ന് പറയുന്നത് are items that satisfy human wants. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണം, അതിന്റെ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അതിനെയാണ് നമ്മൾ ഗുഡ്സ് അഥവാ എക്കണോമിക് ഗുഡ് എന്ന് പറയുന്നത്. ഈ എക്കണോമിക് ഗുഡിനെ രണ്ടായിട്ട് തിരിക്കുന്നതാണ് ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും പറയുന്നത്? നമ്മൾ പറഞ്ഞു ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു. ബേസിക് കൺസെപ്റ്റിൽ ഉള്ളതാണ് ഈ ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഈ എക്കണോമിക് ഗുഡ്, ഞാനിപ്പോൾ എക്കണോമിക് ഗുഡിന്റെ മീനിങ് പറഞ്ഞു. ഹ്യൂമൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു.
എക്കണോമിക് ഗുഡ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. എക്കണോമിക് ഗുഡ്സിനെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്തുവാണ്? ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് ഒന്നെന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ്, രണ്ടെന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഈ ഫൈനൽ ഗുഡ്സിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസംഷൻ ഗുഡ്സ്. കൺസംഷൻ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസംഷൻ ഗുഡ്സ്. ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് ഗുഡ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫൈനൽ ഗുഡ്സ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും. ഈ ഫൈനൽ ഗുഡ്സിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് എന്നും കൺസംഷൻ ഗുഡ്സ് എന്നും. ഫൈനൽ ഗുഡ്സ്, ഫൈനൽ, ഈ ഇതിൽ തന്നെ ഫൈനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതിന് വീണ്ടും ഒരു കൺസംഷൻ ഇല്ല, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. An item that is meant for final use and does not pass through any more stages of production or transformation is called final goods. An item that is meant for final use and does not pass through any more stages of production or transformation is called final goods. For example ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ക്ലോത്ത്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ്. പിന്നെന്ത് പറയാം? ഹൗസ്. ഹൗസ്. പിന്നെന്ത് പറയാം? സ്കൂൾ ബാഗ്. ഇതൊക്കെ ഫൈനൽ കൺസംഷൻ ആണ്, ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. സ്കൂൾ ബാഗ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട്. ഇത് ക്ലോത്ത്സ് വീണ്ടും അത് റീമേക്ക് ചെയ്യാൻ, ക്ലോത്ത്സ് വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വേറെ അതൊരു ബാഗൊക്കെ ആക്കാം. അങ്ങനല്ല, ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലോത്ത്സ്, ഹൗസ്, സ്കൂൾ ബാഗ്, ഇതൊക്കെയാണ് ഫൈനൽ ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ടു പ്രൊഡ്യൂസ് ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ടു പ്രൊഡ്യൂസ് ഫൈനൽ ഗുഡ്. ഫൈനൽ ഗുഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫൈനൽ സ്റ്റേജിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോട്ടൺ ത്രെഡ്. നമ്മളിവിടെ ക്ലോത്ത്സിന്റെ പറഞ്ഞു. ക്ലോത്ത്സ് ഉണ്ടാക്കാൻ എന്ത് വേണം? കോട്ടൺ ത്രെഡ് വേണം. കോട്ടൺ ത്രെഡ് വേണം അല്ലേ? കോട്ടൺ ത്രെഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. പിന്നെ എന്തുവാണ്? ഹൗസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സിമെന്റ് വേണം, സാൻഡ് വേണം, ബ്രിക്ക് വേണം. ഇതെല്ലാം റോ മെറ്റീരിയൽ ആണ്. അത് ആ ഫൈനൽ സ്റ്റേജിൽ വരുന്നതാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുവാണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ടു പ്രൊഡ്യൂസ് ഫൈനൽ ഗുഡ്സ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഫൈനൽ ഗുഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഗുഡ്, സെക്കൻഡ് വൺ ഈസ് കൺസംഷൻ ഗുഡ്. ഈ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത് എന്തുവാണ്? ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ. ഗുഡ്സ് വിച്ച് ആർ വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡസ് നോട്ട് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ ബട്ട് ആർ യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ for the production of other goods are called capital goods. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഫാക്ടറീസ്, ബിൽഡിങ്സ്, റോഡ്സ് എക്സെട്ര. ഇതൊക്കെ നമുക്ക് ഈ ക്യാപിറ്റൽ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നതാണ് റോഡ്, റെയിൽ സിസ്റ്റം ഒക്കെ, ഫാക്ടറീസ്. അങ്ങനെ ഒരു മുതൽ മുടക്ക് നടത്തി അത് ദീർഘകാലത്തേക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എഗെയിൻ ആൻഡ് എഗെയിൻ യൂസിനെയാണ് ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസംഷൻ ഗുഡ്സ്. കൺസംഷൻ
ഗുഡ്സ് ആണ്. കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഡയറക്ട്ലി ഫോർ കൺസംഷൻ and does not undergo any other production process again is called consumption goods. Goods that are used directly for consumption. Goods that are used directly for consumption and any other production process again is called consumption goods. It includes services also. ഇതിനകത്ത് services ഉൾപ്പെടും. Two types of consumption goods ആണ് ഉള്ളത്, durable and non-durable. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ഈടുള്ളതും നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ഈടില്ലാത്തതും. ടു ടൈപ്സ് ഓഫ് കൺസംഷൻ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ. ഈ കൺസംഷൻ ഗുഡ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഈടുള്ള വസ്തുക്കൾ. ഡ്യൂറബിൾ ഗുഡ്സ് യൂസ്ഡ് ഫോർ സെൽഫ് യൂസ്, ഈടുള്ളത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു വീട്ടിൽ TV അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ മേടിച്ചാൽ ഒരു ദിവസത്തേക്ക് മാത്രമല്ലല്ലോ ഉള്ളത്, കുറേ കാലത്തേക്കാണ്. ഈടുള്ള വസ്തുക്കൾ, അതാണ് ഈ ഡ്യൂറബിൾ എന്നുകൊണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. TV, റെഫ്രിജറേറ്റർ, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് റെഫ്രിജറേറ്റർ, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, റെഫ്രിജറേറ്റർ ഒക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്ത് വരും, നോൺ ഈടില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞു. അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം നമുക്ക്. ഫുഡ് ഐറ്റംസ്, ക്ലോത്തിങ്, പേപ്പർ, പെൻ എക്സെട്ര, ഇതൊക്കെയാണ് നോൺ ഡ്യൂറബിൾ. ഒരു യൂസ് കഴിയുമ്പോൾ നമുക്കത് കളയേണ്ടി വരും. തൽക്കാലത്ത് നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ഈടില്ലാത്തതെന്നാണ് മലയാളത്തിലുള്ള മീനിങ്. എന്തൊക്കെ വരും അത്, അതിനകത്ത് എന്തൊക്കെ വരും, ഫുഡ് ഐറ്റംസ്, ക്ലോത്തിങ്, പേപ്പർ, പെൻ എക്സെട്ര. നമ്മളിവിടെ ബേസിക് കൺസെപ്റ്റ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്നുള്ള അടുത്ത കൺസെപ്റ്റ്. The wear and tear of capital good is called depreciation. The wear and tear of the capital goods. Capital goods ന്റെ wear and tear നെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഫൈനൽ ഗുഡ്സിൽ നമ്മൾ രണ്ട് ഇത് പറഞ്ഞു, ക്യാപിറ്റൽ ഗുഡ്സ് എന്നും കൺസ്യൂമർ ഗുഡ്സ് എന്നും പറഞ്ഞു അല്ലെ, കൺസംഷൻ ഗുഡ്സ് എന്നും പറഞ്ഞു. ക്യാപിറ്റൽ ഗുഡ്സിന്റെ വെയർ ആൻഡ് ടെയർ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്, ക്യാപിറ്റൽ ഗുഡ്സ് ബിൽഡിംഗ്, ഫാക്ടറീസ്, മെഷീനറീസ് എല്ലാം എന്നും ക്യാപിറ്റൽ ഗുഡ്സ്. മെഷീനറീസിന്റെ വെയർ ആൻഡ് ടെയർ, അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ബേസിക് കൺസെപ്റ്റിൽ വരുന്ന രണ്ട് കൺസെപ്റ്റൂടെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്തുവാണ്, കൺസംഷൻ ഗുഡ്സ് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡബിൾ കൗണ്ടിങ്. നെക്സ്റ്റ് ഈസ് ഡബിൾ കൗണ്ടിങ്. അതിൽ തന്നെ ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ വീണ്ടും കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡബിൾ കൗണ്ടിങ് ഇസ് ദ ആക്ട് ഓഫ് കൗണ്ടിങ് ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി മോർ ദാൻ വൺസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ വീണ്ടും കൗണ്ട് ചെയ്യുന്നതിനെയാണ് എന്തുവാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഫൈനൽ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഫൈനൽ ഗുഡ്സിന്റെ കാര്യം പറഞ്ഞു. ഫൈനൽ ഗുഡ്സ് ആകുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിനൊരു പ്രൈസ് കാണും. ഫൈനൽ ഗുഡ്സ് ആകുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിനൊരു പ്രൈസ് കാണും. ആ പ്രൈസ് ആണ് നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ പറഞ്ഞു. ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്. ആ റോ മെറ്റീരിയൽസിന് ഒരു വില കാണും. ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഗുഡ്സിന്റെ സ്റ്റേജിലും ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ സ്റ്റേജിലും ഈ പ്രൈസ് കാൽക്കുലേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഡബിൾ കൗണ്ടിങ് നടക്കുന്നുണ്ട്. ഡബിൾ കൗണ്ടിങ് ഈസ് ദ ആക്ട് ഓഫ് കൗണ്ടിങ് ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി മോർ ദാൻ വൺസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നതിനെയാണ്, പ്രൈസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് എന്നുള്ളത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. ഈ സ്റ്റോക്കിനെ മലയാളത്തിൽ പറയുന്നത് ശേഖരം എന്നാണ്. സ്റ്റോക്കിനെ മലയാളത്തിൽ പറയുന്നത് എന്തുവാണ്? ശേഖരം. ഫ്ലോയെ പറയുന്നത് പ്രവാഹം എന്നുമാണ്. ഒരു നിശ്ചിത സമയ ബിന്ദുവിൽ അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ചരത്തെയാണ് ശേഖരം എന്ന് പറയുന്നത്. ശേഖരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ശേഖരം ഒരു നിശ്ചല ആശയമാണ്. നിശ്ചല ആശയമാണ്. ഇതിന് സമയപരിധിയില്ല. ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഒരു ടാങ്കിലെ വെള്ളം, ഒരു ടാങ്കിലെ വെള്ളം, ഒരു തടാകത്തിലെ വെള്ളം, സമ്പത്ത്, നിക്ഷേപം, പണത്തിന്റെ പ്രധാനം. ഇതെല്ലാം ശേഖരത്തിന് ഉദാഹരണങ്ങളാണ്. സ്റ്റോക്കിന് ഉദാഹരണമാണ് വാട്ടർ ഇൻ എ ടാങ്ക്, വാട്ടർ ഇൻ എ റിവർ. വാട്ടർ ഇൻ എ റിവർ ഇതെല്ലാം ശേഖരത്തിന് ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ സ്റ്റോക്കിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്ലോയ്ക്ക് പറയുന്നത് പ്രവാഹം എന്നാണ്. പ്രവാഹം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലയളവിൽ അളന്നു തിട്ടപ്പെടുത്താവുന്ന ചരത്തെയാണ് പ്രവാഹം എന്ന് പറയുന്നത്. ഇത് ഒരു ഡൈനമിക് കൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ചലനാത്മകമായ ഒരു ആശയമാണ്. ഇതിന് സമയപരിധിയുണ്ട്. പ്രവാഹം എന്ന് പറയുന്നത് ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളം, ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന വെള്ളം, ഒരു നദിയിലെ വെള്ളം, വരുമാനം, ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഫ്ലോയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് ഇത്രയുമാണ്. സ്റ്റോക്കും ഫ്ലോയും എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്നതിന് കുറെ എക്സാമ്പിൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഇംഗ്ലീഷിൽ സ്റ്റോക്കിന്റെ എക്സാമ്പിൾ വാട്ടർ ഇൻ എ റിസർവ്, വെൽത്ത്, ഇൻവെന്ററി, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, മണി സപ്ലൈ. ഫ്ലോയ്ക്ക് ദ എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദി ടാങ്ക് ഫ്രം ടാപ്പർ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതിലൂടെ എക്സാമ്പിൾ കുറെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിന് വെൽത്ത്, ഇൻവെന്ററി, ട്രാൻസാക്ഷൻ ഫോർ ഡിമാൻഡ്, മണി സപ്ലൈ. ഫ്ലോയ്ക്ക് ദ എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഈസ് flowing into the tank from the tapper income. ഈ എക്സാമ്പിൾസ് വെച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റോക്കും ഫ്ലോ ഇങ്ങനെ കുറെ കൊടുക്കും. വെൽത്ത്, ഇൻവെന്ററി, ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ തരം തിരിച്ചെഴുതണം. ഏതാണ് സ്റ്റോക്ക്, ഏതാണ് ഫ്ലോ എന്നുള്ളത് നമ്മൾ തിരിച്ചെഴുതാൻ ചോദിക്കും. അതുകൊണ്ട് സ്റ്റോക്ക് അല്ലാതെയും ചോദിക്കും, ഡെഫിനിഷനും ചോദിക്കും, ഇങ്ങനെ ഇത് തിരിച്ചെഴുതാനും ചോദിക്കും. സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. ഫ്ലോ എന്ന് പറയുന്നത് ഡൈനമിക് കൺസെപ്റ്റ് ആണ്. ബേസിക് കൺസെപ്റ്റിൽ അപ്പോൾ നമ്മൾ ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഡിപ്രീസിയേഷൻ, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ഡബിൾ കൗണ്ടിങ്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കാനുണ്ട്. അടുത്ത ബേസിക് കൺസെപ്റ്റ് ആണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മൊത്ത നിക്ഷേപം എന്ന് പറയും. മൊത്ത നിക്ഷേപം എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ റെയിൽവേ, റോഡ്, ബ്രിഡ്ജസ്, ഇതെല്ലാം ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിനെ മൈനസ് ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെഫിനിഷൻ എന്തുവാന്ന് നമുക്ക് നോക്കാം. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് means the value of capital goods in the total value of final goods and services produced in a country in an year is called gross investment. The value of capital goods in the total value of final goods and services produced in a country in an year is called gross investment. Gross investmentil ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? വാല്യൂ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, ടൂൾസ്, എക്സെട്ര. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നെറ്റ് അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻ എ കൺട്രി ഇൻ ആൻ ഇയർ ഇസ് കോൾഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞു.
നമ്മൾ ബേസിക് കൺസെപ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് മീനിങ് ഓഫ് നാഷണൽ ഇൻകം എന്തുവാണെന്ന് പറഞ്ഞു, പിന്നെ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ നാഷണൽ ഇൻകത്തിൻ്റെ മെത്തേഡ്സും ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് നിങ്ങളിത് നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ച് അതിനകത്തിലെ എല്ലാ കൺസെപ്റ്റുകളെ കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.